നമസ്കാരം. സ്ട്രെയിറ്റ് ലൈൻ ആർക്കുമായി ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാനാവും. മെറ്റാലിക് സർഫേസുകളിൽ മാർക്കിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യാം. സ്ക്രൈബർ ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യാം. ബിവൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യാം. ആംഗിളുകൾ ഡിവൈഡർ ഉപയോഗിച്ച് വിഭജിക്കാം. ഡിവൈഡർ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് സർക്കിൾസ്, ആർക്സ്, ടാൻജൻസ് എന്നിവ മാർക്ക് ചെയ്യാം. ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യാം. ആർക്കിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ചെയ്യാനുള്ള നടപടികൾ നമുക്ക് പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ ഇവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, ഡിവൈഡർ, വെർനിയർ കാലിപ്പർ, മാർക്കിംഗ് മീഡിയ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ് ഓഫ് ഫയൽസ്, സർഫേസ് ടേബിൾ, വെർനിയർ ഹൈറ്റ് ഗേജ്, ആംഗിൾ പ്ലേറ്റ്, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബോൾ പിൻ ഹാമർ, ആൻവിൽ, ബിവൽ പ്രൊട്ടക്ടർ, സ്ക്രൈബർ. സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ സൈസ് പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് 6 ഫേസുകൾ ഫയൽ ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ 150 mm × 60 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിയിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് അതത് സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് വർക്ക് പീസിൻ്റെ അളവ് 150 mm × 60 mm ആണെന്ന് ഉറപ്പാക്കുക. സർഫേസ് ടേബിൾ ഓയിൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, ബിവൽ പ്രൊട്ടക്ടർ എന്നിവ ക്ലീൻ ചെയ്ത് അവ സർഫേസ് ടേബിളിന് മുകളിൽ വയ്ക്കുക. ഫേസ് എയിൽ വീണ്ടും മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. 64 mm വശം സർഫേസ് ടേബിളിൽ കിടക്കുന്ന രീതിയിൽ ജോബ് സർഫേസ് ടേബിളിൽ വെച്ച ശേഷം ആംഗിൾ പ്ലേറ്റ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുക. ഫേസ് സിയിൽ നിന്ന് 75 mm വർക്ക് പീസ് മൊത്തത്തിൽ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഇരുവശങ്ങൾക്കും 20 mm സ്പാനർ സൈഡ് ആൻഡ് 22 mm സ്പാനർ സൈഡ് എന്നീ പേരുകൾ നൽകുക. ഫേസ് ബിയിൽ നിന്ന് 30 mm ഫേസ് എയിലേക്ക് ഒരു സെൻട്രൽ ലൈൻ ഡാറ്റം മാർക്ക് ചെയ്യുക. 30 mm ലൈൻ ആണ് ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ. നമുക്കിപ്പോൾ 22 mm സ്പാനർ സൈഡിൽ മാർക്ക് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. ഫേസ് ബിയിൽ നിന്നും 20 mm, 35 mm എന്നീ അകലങ്ങളിൽ ഫേസ് എയിൽ നിന്നും വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഫേസ് സിയിൽ നിന്നും 19 mm, 23 mm എന്നീ അകലങ്ങളിൽ 35 mm, 20 mm ഹൊറിസോണ്ടൽ ലൈനുകളെ യഥാക്രമം എ, ബി എന്നീ പോയിന്റുകളിൽ കട്ട് ചെയ്യുന്ന പാരലൽ ലൈനുകൾ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. എ, ബി, സി എന്നീ പോയിന്റുകൾ തുടർന്നുള്ള മാർക്കിങ്ങുകൾക്കായി നോട്ട് ചെയ്യുക. പോയിന്റ് സിയിൽ നിന്ന് സെൻട്രൽ ലൈൻ ഡാറ്റമിൽ നിന്ന്
ബിവൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 14 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 27 mm സെറ്റ് ചെയ്ത് പോയിന്റ് ഡി ലഭിക്കുന്നതിനായി 14 ഡിഗ്രി ആംഗിൾ ലൈനിനെ കട്ട് ചെയ്യുക. പോയിന്റ് ഡിയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് ഒരു ബിവൽ പ്രൊട്രാക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് 90 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 22 mm സെറ്റ് ചെയ്ത് പോയിന്റ് ഇ ലഭിക്കുന്നതിനായി 90 ഡിഗ്രി ആംഗുലർ ലൈനിനെ കട്ട് ചെയ്യുക. സമാനമായി ലൈൻ ഡി ഇ ആധാരമാക്കി 90 ഡിഗ്രി ആംഗുലർ ലൈൻ മാർക്ക് ചെയ്ത് പോയിന്റ് എഫ് ലഭിക്കുന്നതിനായി അതിനെ 27 mm കട്ട് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 11 mm സെറ്റ് ചെയ്ത് പോയിന്റ് ജി ലഭിക്കുന്നതിനായി ലൈൻ ഡി ഇയെ തുല്യ 2 ഭാഗങ്ങളായി വിഭജിക്കുക. പോയിന്റ് ജിയിൽ നിന്ന് ലൈൻ ഡിയിലേക്ക് പെർപെൻഡിക്കുലറായി ബിവൽ പ്രൊട്രാക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 19 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്ത് പോയിന്റ് എച്ച് ലഭിക്കുന്നതിനായി പെർപെൻഡിക്കുലർ ലൈനിൽ മാർക്ക് ചെയ്യുക. എ, ബി, എച്ച് എന്നീ ആർക്ക് സെൻറ്റേഴ്സ് സെൻറ്റർ പഞ്ചും ബാൾപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 19 mm സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് എ സെൻറ്ററായി പോയിന്റ് സിയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ബി സെൻറ്ററായും ബി എഫ് റേഡിയസായും 20 mm ഹൊറിസോണ്ടൽ ലൈനുമായി സന്ധിക്കുന്ന ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് എച്ച് സെൻറ്ററായും ജി എച്ച് റേഡിയസായും ലൈൻ സി ഡി ഇ എഫ് എന്നിവയെ കട്ട് ചെയ്യുന്ന ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഫേസ് ബിയിൽ നിന്ന് ഫേസ് എയിലേക്ക് 20.5 mm, 39.5 mm എന്നീ അകലങ്ങളിൽ ആർക്സ് യഥാക്രമം പോയിന്റ് ഐ, ജെ എന്നിവിടങ്ങളിൽ കട്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് ഡൗൺവാർഡ് സൈഡിൽ 13 mm റേഡിയസ് ഉള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് സ്പാനർ ഒബ്ജക്റ്റ് ലൈനുകൾ ജോയിൻ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് 22 mm ഉള്ള സ്പാനർ സൈഡ് പൂർത്തിയാക്കുന്നതിനായി അപ്വാർഡ് സൈഡിൽ 51 mm റേഡിയസ് ഉള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് സ്പാനർ ഒബ്ജക്റ്റ് ലൈനുകൾ ജോയിൻ ചെയ്യുക. mm സ്പാനർ സൈഡ് മാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങളെക്കുറിച്ച് നമുക്കിപ്പോൾ പഠിക്കാം. ഫേസ് ബിയിൽ നിന്ന് ഫേസ് എയിലേക്ക് 26 mm, 38 mm അകലങ്ങളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. ഫേസ് ഇയിൽ നിന്ന് 16 mm അകലത്തിൽ 26 mm ഹൊറിസോണ്ടൽ ലൈനെ പോയിന്റ് എല്ലിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഒരു ലൈൻ മാർക്ക് ചെയ്യുക. തുടർന്നുള്ള മാർക്കിങ്ങുകൾക്കായി പോയിന്റ് എം നോട്ട് ചെയ്യുക. പോയിന്റ് എമ്മിൽ നിന്ന് ലൈൻ എൽ എമ്മിലേക്ക് ബിവൽ പ്രൊട്രാക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് 14 ഡിഗ്രിയുടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 22 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്ത് പോയിന്റ് എൻ ലഭിക്കുന്നതിനായി ആംഗുലർ ലൈൻ കട്ട് ചെയ്യുക. ലൈൻ എം എൻ ആധാരമാക്കി ഒരു ബിവൽ പ്രൊട്രാക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് 90 ഡിഗ്രിയുടെ ആംഗിൾ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 20 mm സെറ്റ് ചെയ്ത് പോയിന്റ് ഒ ലഭിക്കുന്നതിനായി ആംഗുലർ ലൈനിനെ കട്ട് ചെയ്യുക. സമാനമായി പോയിന്റ് പി ലഭിക്കുന്നതിനായി ലൈൻ എൻ ഒ ആധാരമായി അതിനെ 22 mm കട്ട് ചെയ്യുന്ന രീതിയിൽ 90 ഡിഗ്രി ആംഗുലർ ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 10 mm നീളത്തിലേക്ക് സെറ്റ് ചെയ്ത് പോയിന്റ് ക്യൂ ലഭിക്കുന്നതിനായി ലൈൻ എൻ ഒയിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. പോയിന്റ് ക്യൂവിൽ നിന്ന് ഒ എന്നിലേക്ക് ഒരു ബിവൽ പ്രൊട്രാക്ടറും സ്ക്രൈബറും ഉപയോഗിച്ച് ഒരു പെർപെൻഡിക്കുലർ ലൈൻ മാർക്ക് ചെയ്യുക.
ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 16 mm സെറ്റ് ചെയ്ത് ONലേക്കുള്ള പെർപെൻഡിക്കുലർ ലൈനിൽ പോയിന്റ് R ലഭ്യമാക്കുക. പോയിന്റ് Pയിൽ തുടങ്ങി ഫേസ് Bയിൽ നിന്ന് 14 mm അകലെയായി പോയിന്റ് S ലഭിക്കുന്നതിനായി ഒരു ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്യുക. ഫേസ് Cയിൽ നിന്ന് പോയിന്റ് Sൽ തുടങ്ങി 38 mm ലൈനിനെ പോയിന്റ് Tയിൽ സന്ധിക്കുന്നത് പോലെ ഒരു ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സെൻറ്റർ പഞ്ചും ബാൽപീൻ ഹാമറും ആൻവിലിൽ വെച്ച് T, Q, L എന്നീ ആർക്ക് സെൻറ്റേഴ്സ് മാർക്ക് ചെയ്യുക. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് ഡിവൈഡറിനെ 16 mm സെറ്റ് ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് L സെൻറ്ററായി Mൽ ആരംഭിക്കുന്ന ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. T സെൻറ്ററും TP റേഡിയസും ആയി 38 mm ഹൊറിസോണ്ടൽ ലൈൻ സന്ധിക്കുന്ന രീതിയിൽ Pയിൽ നിന്ന് ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. 16 mm റേഡിയസിൽ R സെൻറ്ററായി OPMN ലൈനുകൾ കട്ടാകുന്ന രീതിയിൽ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ഫേസ് Bയിൽ നിന്ന് 21 mm, 39 mm അകലങ്ങളിൽ ആർക്കിനെ യഥാക്രമം U, V എന്നീ പോയിന്റുകളിൽ കട്ട് ചെയ്യുന്ന രീതിയിൽ പാരലൽ ലൈനുകൾ മാർക്ക് ചെയ്യുക. 51 mm റേഡിയസ് ഉള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഡൗൺവാർഡ് സൈഡിൽ സ്പാനർ ഒബ്ജക്റ്റ് ലൈനുകൾ ജോയിൻ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് അപ്വാർഡ് സൈഡിൽ 13 mm റേഡിയസ് ഉള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ച് 20 mm സ്പാനർ സൈഡ് പൂർത്തിയാക്കുന്നതിനായി സ്പാനർ ഒബ്ജക്റ്റ് ലൈനുകൾ ജോയിൻ ചെയ്യുക. 22 mm, 20 mm സൈഡുകളുടെ എൻഡ് പോയിന്റുകൾ ബന്ധിപ്പിച്ച് സ്പാനർ പ്രൊഫൈൽ പൂർത്തിയാക്കുക. സ്പാനർ ഒബ്ജക്റ്റ് ലൈനുകളുടെ വിറ്റ്നസ് മാർക്കിംഗ്. 22 mm സ്പാനർ സൈഡിൻ്റെ സ്പാനർ പ്രൊഫൈൽ ഒരു ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. 20 mm സ്പാനർ സൈഡിൻ്റെ സ്പാനർ പ്രൊഫൈൽ ഒരു ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. പൂർണ്ണ ആകൃതി ലഭിക്കുന്നതിനായി സ്പാനർ പ്രൊഫൈലിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. മെറ്റാലിക് സർഫേസുകളിൽ മാർക്കിംഗ് ബ്ലോക്ക് ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. സ്ക്രൈബർ ഉപയോഗിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. ബിവെൽ പ്രൊട്ടക്ടർ ഉപയോഗിച്ച് ആംഗിൾസ് മാർക്ക് ചെയ്യുക. ആംഗിളുകൾ ഡിവൈഡർ ഉപയോഗിച്ച് വിഭജിക്കുക. ഡിവൈഡർ, സ്ക്രൈബർ എന്നിവ ഉപയോഗിച്ച് സർക്കിൾസ്, ആർക്ക്, ടാൻജൻസ് എന്നിവ മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ച് ഉപയോഗിച്ച് പ്രൊഫൈലുകൾ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് സ്ട്രെയിറ്റ് ലൈൻ ആർക്കുമായി ജോയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.